നമസ്കാരം. ചാനൽ റേറ്റിംഗിനായി എന്തും പടച്ചുവിടാമോ? വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടാക്കാമോ? പാട്ടാക്കിയ ഇങ്ങനെ ഇരിക്കും. എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കുന്നവർക്കായി പറയാം. ഒരു വ്യാജ കുംഭകോണം കേസെടുത്ത് രാജീവ് ചന്ദ്രശേഖറിന് മേൽ എടുത്തു ചാർത്തിയാൽ എല്ലാം ആയെന്നാണ് ചിലവന്മാരുടെ വിചാരം. എന്നാൽ ആ ധാരണയൊക്കെ മൊത്തത്തിൽ അങ്ങ് മാറ്റിമറിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എങ്ങനെ BJPയുടെ തലയെ കയറാമെന്ന ചിന്തയിലാണ് നടക്കുന്നത്. എന്നാൽ ആര് വിചാരിച്ചാലും തകരുന്നതല്ല BJP. റിപ്പോർട്ടർ TV പടച്ചുവിട്ട വ്യാജ വാർത്തയ്ക്കെതിരെ 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. റിപ്പോർട്ടർ TVക്കെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇനി 100 കോടിക്കായി തപ്പിക്കോ. റിപ്പോർട്ടർ ഉടമ ആൻഡ്രൂ അഗസ്റ്റിൻ, കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺ കുമാർ, കോർഡിനേറ്റിംഗ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട്, ന്യൂസ് കോർഡിനേറ്റർ ജിമ്മി ജെയിംസ്, തിരുവനന്തപുരം ബ്യൂറോ ചീഫ് TV പ്രസാദ് എന്നിവരടക്കം 9 പേർക്കെതിരെയാണ് കേസ്. രാജീവ് ചന്ദ്രശേഖറിന് ബന്ധമില്ലാത്ത BPL എന്ന സ്ഥാപനത്തിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അദ്ദേഹത്തിന്റെ പേര് ദുരുപയോഗം ചെയ്ത വ്യാജ വാർത്തകൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്തതോടെയാണ് മുംബൈ ആസ്ഥാനമായ RHP പാർട്ട്നേഴ്സ് എന്ന നിയമസ്ഥാപനം മുഖേന 100 കോടി രൂപയുടെ നോട്ടീസ് നൽകിയത്. 7 ദിവസത്തിനുള്ളിൽ വ്യാജ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഉന്നയിച്ച വ്യവസായ ഭൂമി ക്രമക്കേട് ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാ വിരുദ്ധവുമാണെന്ന് BPL വ്യക്തമാക്കിയിരിക്കുകയാണ്. 2003 സുപ്രീം കോടതി തള്ളിയ ഭൂമി പതിച്ചു നൽകിയതിലെ ക്രമക്കേട് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങൾ അവാസ്തവവും നിയമപരമായി സാധ്യത ഇല്ലാത്തതുമാണ് എന്ന് BPL ലിമിറ്റഡ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ BPL ലിമിറ്റഡുമായി സാമ്പത്തിക ഇടപാടോ ഓഹരി പങ്കാളിത്തമോ ഇല്ല. ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും ദുരുപദേഷ്ടവും തെറ്റിദ്ധാരണ ഉയർത്തുന്നതുമാണ് എന്ന് BPL CEO ശൈലേഷ് മൃദുൽ പറയുന്നുണ്ട്. പതിച്ചു നൽകിയ ഭൂമിയിൽ 1996 2004 ഇടയ്ക്ക് BPL 450 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയതായും കമ്പനി വ്യക്തമാക്കി. അർജന്റീന ടീമിന്റെയും മെസ്സിയുടെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് മറയ്ക്കാൻ വേണ്ടി ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടെന്നും ചില ക്രിമിനലുകളും മാധ്യമ മേഖലയിൽ വന്നിട്ടുണ്ട് എന്നും അതിനെ നേരിടുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നുണ്ട്. മെസ്സി തട്ടിപ്പ് മറച്ചു വെക്കാനാണ് തനിക്കെതിരെ ഭൂമി വിൽപ്പന ആരോപണം ഉന്നയിക്കുന്നത്. തന്നെ കുറിച്ച് പറയുന്നതിൽ ഒരു വസ്തുതയുമില്ല എന്നും BPL കമ്പനി തന്നെ ഇതു സംബന്ധിച്ച് വ്യക്തമായ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും വ്യാജ വാർത്ത പടച്ചുവിടുന്നവർ ഇനി എണ്ണുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഇനി തപ്പുക തന്നെ ചെയ്യും. അതായത് 100 കോടിക്ക് വേണ്ടി. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച